ഒരു തെറിപ്പൂര പ്രഭാഷണം കേൾക്കുന്നിടത്ത് എത്ര ആളുകൾ ഉണ്ടാകും? ഹാസ്യ കഥാപ്രസംഗങ്ങൾ നടക്കുന്നിടത്ത് എത്ര ആളുകൾ ഉണ്ടാകും? അവിടെയാണ് മുഅ്മിനായ മനുഷ്യന്റെ മനസ്സുണരേണ്ടത്. തെറിപ്രസംഗം നടത്തുക എന്ന് പറയുന്നത് അത് ഏത് വിധേനയാണെങ്കിലും ശരി, മതം അതിന് അംഗീകാരം നൽകിയിട്ടില്ല. ഷെയ്ഖ് സൈനുദ്ദീനുൽ മഖ്ദൂമിൽ മാബരി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ മുഈനിലൂടെ ലോക മുസ്ലിങ്ങളെ പഠിപ്പിച്ചില്ലേ, ഏതൊരു മനുഷ്യനെയും ഗീബത്ത് പറയൽ ഹറാമാണ്. വലൗ കാന കാഫിറാ, അവൻ മുസ്ലിം അല്ലാത്തവനാണെങ്കിലും ശരി, ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ഗീബത്ത് പറയാൻ പാടില്ല എന്നാണ് മതത്തിന്റെ വിശുദ്ധമായ തത്വമുള്ളത്. എന്നാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആളുകൾക്ക് കൂടുതൽ ഇമ്പമുള്ളത്, കേട്ടിരിക്കാൻ ആളുകൾക്ക് കൂടുതൽ താല്പര്യമുള്ളത്, ഏറ്റവും കൂടുതൽ നേരം പോക്കിന് വേണ്ടി ജനങ്ങൾ ചെലവഴിക്കുന്നത് ഒരുപക്ഷെ കോമഡിയാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള അഭിനയങ്ങളാണ്, അതുപോലെയുള്ള തർക്കവിതർക്കങ്ങളാണ്, അതല്ലെങ്കിലോ ഏഷണിയും പരദൂഷണവും നിറഞ്ഞു തുളുമ്പുന്ന വാചാരതകളാണ്. അവിടെ ഇരിക്കാൻ ഒത്തിരി പേരുണ്ട്, അവിടെ കൈയടിക്കാനും അവിടെ ഒരു പക്ഷേ കൈകൂപ്പാനും അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കാനും എമ്പാടും ആളുകളുണ്ട്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. നിങ്ങളൊരു കല്യാണ സദസ്സിലേക്ക് ചെല്ലുകയാണെങ്കിലും ഒരു മീറ്റിംഗിലേക്ക് ചെല്ലുകയാണെങ്കിലും ഉമ്മമാരെ, സഹോദരിമാരെ, നല്ലൊരു സൽക്കാരത്തിലേക്ക് ചെല്ലുകയാണെങ്കിലും സൽക്കാരം നല്ലതായിരുന്നു, സംബന്ധിക്കലും നല്ല കൂലിയുള്ളതായിരുന്നു, എല്ലാം നഷ്ടപ്പെടുന്നത് ലഗ്വ് കൊണ്ടാണ്. ആവശ്യമില്ലാത്ത സംസാരങ്ങളെ കൊണ്ടും ഇടപെടലുകൾ കൊണ്ടുമാണ്. ആരെല്ലാം കടന്നു വരുന്നുണ്ട്, ആരെല്ലാം അതിൽ ചർച്ചയായി വരുന്നുണ്ട്. നമ്മളാ നേരത്ത് നിർവഹിച്ചത് കുറഞ്ഞ അമലാണെങ്കിൽ പോലും ആ വിഷയവുമായി ഒരിക്കലും ബന്ധപ്പെടാത്തവന്റെ അക്കൗണ്ടിലേക്ക് നമ്മളത് റിസർവ് ചെയ്യുകയാണ്, നമ്മളത് കൊടുക്കുകയാണ്, അതങ്ങനെ സപ്ലൈ ചെയ്യുകയാണ്. ഖുത്ബിയത്തിന് പങ്കെടുത്ത നമ്മുടെ പെരടിയിൽ അതിന്റെ കൂലിയില്ല, ദിക്റിന്റെ മജ്ലിസിൽ വന്ന നമ്മുടെ പെരടിയിൽ അതിന്റെ കൂലിയില്ല. നമുക്ക് വേണ്ടി അത് എഴുതാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്ക് വേറെയുള്ളവർക്ക് അത് വിൽക്കപ്പെട്ടുപോയി. കാരണം അവിടെ ചർച്ച വന്നതും മറ്റൊരാളെ കുറിച്ചുള്ള ചർച്ചയിലുമായി. ഇതെങ്ങോ പാറിപ്പറന്നുപോയി. ജമാഅത്ത് കഴിഞ്ഞ് നേരെ ചെറിയ കുണ്ടിപ്പീടികയിൽ, മക്കാനിപ്പീടികയിൽ വന്ന് ചായ കുടിക്കുന്നവർ ആ പരിശുദ്ധമായ ജമാഅത്തിൽ നിർവഹിച്ച 27 ഇരട്ടിയും അവര് നടന്നു നീങ്ങിയതും അവര് കാത്തിരുന്നതുമെല്ലാം ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന നേരത്തുകൂടെ അവരത് കളഞ്ഞു കുളിച്ചുപോയി. മഗ്രിബിന് നിസ്കരിച്ചവർ ഇശാഇന്റെ മുമ്പത് തകർത്തു വാരി കോരി കൊടുത്തുപോയി. ഇശാ നിസ്കരിച്ചവരോ 11 മണിയാകുമ്പോഴേക്കതും തീർത്തുപോയി. സുബഹിക്ക് ചില്ലൊരു ആശ്വാസമുണ്ട്, നിസ്കരിച്ചെങ്കിൽ ഒരു പക്ഷേ അത് വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ എങ്ങോട്ടും പോയിട്ടില്ലെന്ന് പറയാം. അതും പള്ളിയിലേക്ക് വന്നിട്ടാണെങ്കിൽ വീണ്ടും ഒരു ചായ കുടിക്കാൻ കയറിയിട്ട് അതും വിൽക്കപ്പെട്ടുപോയി. ഇങ്ങനെ നോക്കുമ്പോ നമ്മുടെ ജമാഅത്തുകൾ ഏതുണ്ട്, നമ്മുടെ സുഹൃതങ്ങൾ ഏതുണ്ട്, നാം നമുക്കായി നമ്മുടെ അക്കൗണ്ടിൽ ചെയ്തു വെച്ചതെന്ന് കരുതി പറയാൻ എന്തുണ്ട്? അവിടെയെല്ലാം വിഷയം വരുന്നത് കുറ്റകൃത്യങ്ങളും അനാവശ്യ സംസാരങ്ങളും സമ്പർക്കങ്ങളും വരുമ്പോ മാറിക്കളയാനുള്ള നല്ലൊരു തീരുമാനം വേണം. ഇതുകൊണ്ടാണ് 4000 നബിമാർക്ക് ഖിദ്മത്തൊടുത്ത ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു 4000 നബിമാർക്ക് ഖിദ്മത്തൊടുത്തിട്ടുണ്ട്. തന്റെ മകനോട് ധാരാളം ഉപദേശങ്ങൾ നടത്തിയിട്ട് ഉപദേശത്തിന്റെ ഗാംഭീര്യത കൊണ്ട് അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിയാത്തൊരു മനസ്ഥിതി വന്ന് ജീവിതം തന്നെ മറ്റൊരു വഴിയിലേക്ക് മാറിപ്പോയ മകനാണ് സാറാൻ എന്ന മകൻ. ആ മകനോട് ഉപദേശിച്ച ഉപദേശങ്ങളിൽ ഒന്ന് കാണാം. മോനെ, നീ ഒരു വഴിക്ക് സഞ്ചരിക്കുമ്പോൾ നിന്റെ കൂട്ടുകാരിരിക്കുന്നത് കണ്ടു. അവർക്ക് നീ ആദ്യം ഒരു സലാം പറയണം. സലാം അവര് മടക്കുന്നില്ല, അല്ലെങ്കിൽ സലാം മടക്കുന്നതിന് പകരം ആക്ഷേപത്തിന്റെയോ അധിക്ഷേപത്തിന്റെയോ ഭാഷയാണ് പ്രതിധ്വനിയായി വരുന്നതെങ്കിൽ നീ അവരെ കൂടെ ഒരു സെക്കൻഡ് പോലും ഇരിക്കരുത്. അവര് നിന്റെ ഖൽബിലെ ഈമാൻ കവർന്നെടുത്തു കൊണ്ടുപോകും. സലാം പറഞ്ഞിട്ട് അവര് വാലൈക്കും സലാം എന്ന് പറഞ്ഞു മടക്കിയോ, എന്നാ അവിടെ ഇരുന്നോ.
സലാം പറഞ്ഞപ്പോ ആർക്കാ നിന്റെ ഈ സലാം കൊണ്ടുപോയി വലിച്ചെറിയടാന്നാ പറഞ്ഞേ. എന്നാ നീ ഇരിക്കരുത്. ഓ, നീ ഒരു സലാമുമായിട്ട് വരാൻ കണ്ട നേരം. അപ്പൊ അവന്മാര് വേറെന്തോ മസ്തിലാണ്, അല്ലെങ്കിൽ അവര് വേറെന്തോ വർത്തമാനത്തിലാണ്. അതിന്റെ ഇടക്ക് നീ ഒരു സലാം അവിടെ ഇട്ടുകൊടുത്തു. കൂട്ടുകാരല്ലേ എന്ന് കരുതിയിട്ട് സലാം മടക്കിയെങ്കിൽ മാത്രമേ നീ ഇരിക്കാവൂ. ഇരുന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇരുന്നിട്ട് നീ അവരെ സംസാരം ശ്രദ്ധിക്കുമ്പോ വടിമാറിപ്പോകുന്നുണ്ടെങ്കിൽ അടുത്തൊരു സലാം പറഞ്ഞ് നിനക്കവിടുന്ന് വിടാനായി. അതാണ് മുഅ്രിദൂൻ, തിരിഞ്ഞു കളയാ. നമ്മളിപ്പോ ആ വിഷയം ചർച്ച ചെയ്യണ്ട, നമ്മളത് പറയണ്ട. അങ്ങനെ പറയാൻ എത്ര പേർക്ക് കഴിയും? ഒരു വിഷയം പറ്റാത്തത് കടന്നു വരുമ്പോ അത് തൊടല്ലേ, അത് പറയല്ലേ, ഈ സദസ്സ് നീ വഷളാക്കല്ലേ, ഈ നല്ല ദിക്റിന്റെ മജ്‌ലിസ് കഴിഞ്ഞ് ഭക്ഷണത്തിന് കാത്തിരിക്കുന്ന ഇതൊക്കെ സപ്ലൈ അല്ലേ, ഉണ്ടല്ലേ എന്ന് പറയാൻ ധൈര്യപ്പെടുന്നവരാരുണ്ട്? അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞാൽ അവിടെ വിലപ്പോകൂല, എന്നാ പെട്ടെന്ന് അവിടുന്ന് തടിയൂരണം. മുഅ്രിദൂൻ, തടി സലാമത്താക്കണം അവിടുന്ന്. നമ്മൾ പറഞ്ഞാൽ അവിടെ അത് നടക്കൂല, അവന്മാർ പിന്നെയും പറയും. എന്നാലും ഇരുന്നു കൊടുക്കരുത് മുഅ്രിദൂൻ, മാറിക്കളയണം. അങ്ങാടിയിലെന്തോ ഒരു ഒച്ചപ്പാട് കേൾക്കുന്നു. എന്തായാലും സുഖകരമായ ഒച്ചല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ വെക്കലാണ് മുഅ്രിദൂൻ. എന്തോ ഒച്ച കേൾക്കുന്നു, പോയി നോക്കട്ടെ. പോയി നോക്കുമ്പോ തിരക്കിടില്ല, കാണാൻ പറ്റിയതാ, കാണാനൊന്നും പറ്റൂല. എന്നാലും കുറച്ചേരം കണ്ടു നോക്ക്. കുറച്ചേരം കൂടി കണ്ടു നോക്ക്. ഏതായാലും മഗ്‌രിബ് നിസ്കാരം പള്ളിയിൽ നിസ്കരിച്ചങ്ങ് പോകാം. ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കേട്ടിട്ട് ഇതിനെല്ലാം സാക്ഷിയായിട്ട് ഇനി നിന്റെ ആ മഗ്‌രിബ് നിസ്കാരം ആർക്കാ? നിന്റെ ഇശ ആർക്കാ? നീ ഇതെല്ലാം കണ്ടുവന്നതല്ലേ?